എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഡെസേർട്ട് സഫാരിയാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡെസേർട്ടിലോട്ട് പോയാലോ. നമ്മൾ ഇന്ന് പോകുന്നത് അക്കാഫ് AKCF ഓൾ കേരള കോളേജ് അലൂമിനിയം ഫോറം UAE അവരുടെ ഒരു ഡെസേർട്ട് സഫാരിയാണ്. അപ്പം ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പോകുന്നത്. ഡെസേർട്ട് സഫാരി എന്നല്ല, 4x4 ഡ്രൈവ്. അതായത് 4 വീലർ വണ്ടിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ തന്നെ നമ്മുടെ വണ്ടി കൊണ്ടുപോവുക, നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യുക. അവര് കുറെ മാർഷൽസ് ഉണ്ട്, ഡെസേർട്ട് സഫാരി മാർഷൽസ്. സോ അവര് നമ്മളെ കൂടെ വരും. നമുക്ക് മീൻസ് ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും, 10 വണ്ടിയുടെ ഒരു ഗ്രൂപ്പ് കാണും. അവർ ഫ്രണ്ടിൽ പോകും, നമ്മൾ നമ്മുടെ വണ്ടി ഓടിച്ച് നമ്മൾ അവരുടെ കൂടെ പോകും. അത് നമ്മളായിരിക്കും വണ്ടി ഓടിക്കും, നമ്മുടെ വണ്ടി നമ്മളായിരിക്കും ഓടിക്കുന്നത്. നോർമൽ ഡെസേർട്ട് സഫാരി പറയുന്നത് അവര് ഒരു ഏജന്റ് കാണും, അവരുടെ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇത് ഫാമിലി നമ്മൾ മാത്രമായിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടി എടുത്ത് നമ്മൾ പോവുക ഡെസേർട്ട് സഫാരി. പിന്നെ വൈകുന്നേരം ഒരു ക്യാമ്പൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 2 മണി മുതൽ 10 മണി വരെയുള്ള ഒരു ഈവന്റ്. ഇതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പം കേട്ടല്ലോ, ഇതാണ് പരിപാടി. ഞാൻ പറയുന്നേക്കാളും നന്നായിട്ട് സല്ലേട്ടൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് പോവാം. ഒട്ടകം റോഡ് ക്രോസ് ചെയ്യുന്നു. ഇവിടെയാണ് അവര് നമ്മളടുത്ത് എത്താൻ പറഞ്ഞ സ്ഥലം അല്ലേ. ഡെസേർട്ട് ഡ്രൈവ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ജീപ്പൊക്കെ. ഫുൾ ഡെസേർട്ട് സഫാരി എന്റർടൈൻമെന്റ് ഏരിയ. In 600 meters, your destination will be on the right. പിന്നെ നമ്മളെപ്പോഴും അങ്ങനെയല്ലേ, നമ്മള് കൃത്യനിഷ്ഠയുള്ള ആൾക്കാരല്ലേ. 2 മണിക്ക് എത്തണമെന്ന് അവര് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം 2 മണിക്ക് എത്തി. ആരും എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ഡെസേർട്ട് ഇതാ പറയില്ല, വലിയ ഡെസേർട്ട് ഉണ്ട്. ഞാനിങ്ങനെ ക്യാമലിനെ കണ്ടു. അപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ക്യാമലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഒരു ക്യാമൽ ഇങ്ങനെ കിടക്കുന്നു, കണ്ടോ, ക്ഷീണിച്ച് കിടക്കുമോ അവൻ. അവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇതുണ്ട്, ഡെസേർട്ട് കൂടെ ഓടിക്കുന്ന ടൈപ്പ് ജീപ്പും ബൈക്കും ഒക്കെയാണ്. കാറൊക്കെ ഇതിങ്ങനെ പോകുന്നത് കണ്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ പോകാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ആൻറ്റിക്സ്, ഇവിടുത്തെ ആൻറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ അറബ് ഡ്രസ്സുകൾ.
ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ എല്ലാ വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. ഡെസേർട്ട് സഫാരിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാവരും നമ്മൾ ഡെസേർട്ടിൽ ഇറങ്ങുമ്പം നമ്മുടെ വീലിൻ്റെ എയർ കുറച്ച് റെഡ്യൂസ് ചെയ്യണം, എന്നാലേ ഡെസേർട്ടിൽ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ കാണിച്ചു തരാം. എത്ര വരാൻ പോകണ്ട? ഡിഫ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ റോഡിൽ ഓടിക്കുന്ന കൺവീനിയൻസ് ആയിരിക്കും ഡെസേർട്ടിൽ ഡിഫ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. സോ യു ആർ ഗെറ്റിംഗ് എക്സലന്റ് ഗ്രപ്പ് ആൻഡ് ഈസി ടു മാനുവർ. പോകുമ്പം ഇങ്ങനെ ഒരു ഇത് വേണം, ഇങ്ങനെ വാക്കി ടോക്കി എന്ന് പറഞ്ഞാൽ. കാരണം ഡെസേർട്ടിൽ കൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ സിഗ്നൽ കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഇത് യൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. എല്ലാ വണ്ടികളും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ അവരുടെ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. ഡെസേർട്ട് ഡ്രൈവിന് പോകുന്ന ഹെഡ് വണ്ടികളെല്ലാം ഫ്രണ്ടിൽ. ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഇതാണ് തോന്നുന്നു കേട്ടോ അവരുടെ മെയിൻ വണ്ടി, ഈ റെഡ്. ഇതാണ് ലാസ്റ്റ് വണ്ടി. ഇതെനിക്ക് കാണുമ്പോൾ നമ്മൾ ഈ പൂരത്തിനൊക്കെ ആനകളൊക്കെ ഒരുങ്ങിയിരിക്കത്തില്ലേ, അതുപോലെ എല്ലാ ചകജില്ലികളും ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. ഇനി ഡെസേർട്ട് ഡ്രൈവിന് വേണ്ടി ഗെറ്റിംഗ് റെഡി ടു ഗോ ടു ദ ഡെസേർട്ട്. നമ്മളിങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ശരിക്കും ഡെസേർട്ട് കാണുമ്പോൾ എനിക്ക് നമ്മുടെ ആടുജീവിതമല്ലേ, പൃഥ്വിരാജ് ഡെസേർട്ടിൽ കൂടെയൊക്കെ പോകുന്ന, അതാ എനിക്ക് ഓർമ്മ വരുന്നത്. ഡെസേർട്ട് കാണുമ്പോൾ അതാ ഇപ്പം ആടുജീവിതത്തിൻ്റെ സീനുകളൊക്കെ ഓർമ്മ വരുന്നത്. അപ്പം നമ്മളിങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ വാക്കി ടോക്കി വഴിയാണ് അവിടെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇതിൽ കൂടെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ നിരനിരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കയറാൻ പോവാണ്. അപ്പൊ കുറച്ച് ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടിയിൽ പവർ കൊടുത്ത് കയറാം. ഓവർ ഷൂട്ട് അടിക്കണ്ട, സ്പീഡ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് പവർ കൊടുത്ത് കയറാം, ഇല്ലെങ്കിൽ അവിടെ കയറൂല. മനസ്സിലായില്ലേ? ട്രാൻസ്ലേഷൻ love you Irshad, love you too, love you too. Keep the momentum. Prado, white Prado, push it, push, power കൊടുക്ക. ഒരു പ്രശ്നം കൊടുക്ക, കൊണ്ടേ സ്ട്രൈറ്റ് പോണോ? സ്ട്രൈറ്റ് नहीं है, लेफ्ट फुल. ഭയങ്കര താഴ്ചയാണല്ലോ. Go. Now stop. That's it. Your vehicle is powerful. Defender का പോയിക്കോ, എന്താ പ്രശ്നം? പോട്ടെ.
See, you don't have to be scared about it. अगर वो आगे वाला गाड़ी जा रहा है ना, you can also go. If you don't want to follow them, follow us. Okay? Come on. Sorry, I didn't catch your name. Salil bhai, at least you get to enjoy a bit of it. Really enjoying a lot. Are you? My wife maybe she was getting He's acting. Okay, thank God. At least she is enjoying. You need to enjoy this, Salil. Hey! What happened? वो 80 लेट आ गया. अच्छा वो टेम्परेचर गियर का. Okay, for a few minutes, turn it down. Shut it off for a few minutes. Rado, shut it off for a few minutes. It will go away. Just बंद कर दो, थोड़ी देर के लिए जाएगा वो. ഇവരുടെ കാറ് ഭയങ്കരമായിട്ട് ഹീറ്റായി, എൻജിൻ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർ കുറച്ച് നേരം നിർത്തിയിടാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ സീനൊക്കെ കാണുമ്പോൾ ഞാൻ ആ സമയത്ത് കണ്ണടച്ചിരിക്കും. ക്യാമറ മാത്രമേ അവിടെ നോക്കിയുള്ളൂ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്ന് മൊബൈലിൽ കൂടെ കണ്ണടച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മിക്ക കാറുകളുടെ എൻജിൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ റേഡിയേറ്ററിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങളുടെ കാറിൻ്റെ ഇതുപോലെ എൻജിൻ ചൂടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ തലേദിവസം ഓയിൽ ചേഞ്ചും എല്ലാം ബാറ്ററിയൊക്കെ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു. പുതിയ ബാറ്ററിയൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പോയത്. എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. എക്സ്പേർട്ടായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ് ഡെസേർട്ടിൽ കൂടെ. You are from which place? Haryana. Haryana. Your name? Vikas. Vikas. Yeah. സല്ലേട്ടാ കാണുന്നില്ല ഫേസ്. White Prado. Sorry, I'm calling you with that name. Go just check the heat, the temperature in your vehicle all the time. Yeah. Keep an eye always. Yeah. ഒരു കോലമായി അല്ല ഒരു ഇതായി നമ്മള്. വണ്ടി വരുന്നുണ്ട്. നല്ല പോലെ സാൻഡ് സ്റ്റോം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ സൺഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലൊരു കാര്യം കേട്ടോ. നമ്മൾ ഡെസേർട്ടിലൊക്കെ പോവുകയാണെങ്കിൽ സൺഗ്ലാസ് ഉപയോഗിക്കും. പിന്നെ നമ്മുടെ തലമുടി കവർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ക്യാപ്പ് അങ്ങനത്തെ ഇപ്പോൾ ക്ലോത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അവർ പറഞ്ഞു കേട്ടില്ലേ, നമ്മൾ ഹീറ്റായിട്ട് വണ്ടി പിന്നെ ഓടിച്ചു കഴിഞ്ഞാൽ എൻജിൻ പ്രശ്നമാവും. പിന്നെ എൻജിൻ ഇവിടെ 12,000 ദിറംസാണ് എൻജിൻ്റെ വില. ഓരോ വണ്ടിയുടെ അനുസരിച്ച് വരും. മിക്ക വണ്ടികളും ഹീറ്റ് ആവുന്നുണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഡെസേർട്ടിൽ കൂടെ. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ ഡ്രൈവ് ചെയ്യണമെന്ന് പറയുന്നവർ. പിന്നെ നമ്മൾ ചോദിച്ച് എന്തെങ്കിലും സർവീസ് ചെയ്യണോ വണ്ടി ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, നന്നായിട്ട് വാഷ് ചെയ്താൽ മതി. കാരണം വണ്ടിക്കകത്ത് മൊത്തം സാൻഡായിരിക്കും. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇത് അവർ നമ്മളെ പഠിപ്പിച്ചു തരിക എങ്ങനെ നമ്മൾ ഡെസേർട്ടിൽ കൂടെ വണ്ടി ഓടിക്കണം. പക്ഷെ ഞങ്ങളുടെ വണ്ടി ഇത്രയും നാളും ഇത്രയും പവർഫുള്ളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നാണ് ശരിക്കും അത് കറക്റ്റായിട്ട് ഞങ്ങൾ അറിഞ്ഞത്. സൺസെറ്റ് ആകാൻ സമയമായി. പക്ഷേ ഈ കാർ ഓടിക്കുന്ന ക്രേസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഈ ഡെസേർട്ട് സഫാരിക്കൊക്കെ വരുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയ ഡെസേർട്ട് സഫാരി. കാരണം ഞങ്ങളെയൊക്കെ പോലെയുള്ള സ്റ്റാർട്ടേഴ്സിനൊക്കെ പറ്റിയൊരു ഡെസേർട്ട് സഫാരിയേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ വലുതുണ്ട്. അതാ പുള്ളി ഞങ്ങളോട് പറഞ്ഞ വലിയ ഇതുണ്ട്. ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉള്ള ഡ്രൈവിങ്ങിൻ്റെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ
വെച്ച് സ്റ്റാർട്ടേഴ്സാണ്. അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ കയറിയത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇപ്പോൾ സല്ലട്ട് പറയുന്നുണ്ട് വലിയ ഡെസേർട്ട് സഫാരിക്ക് പോകണം. അതൊക്കെ അന്ന് നമ്മൾ പേടിച്ച് വിറച്ച് ഒരു പരിവാകും. പക്ഷേ ഇത് നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്താൽ അത് മനസ്സിലാവും. ചിലപ്പോൾ ഈ വീഡിയോയിൽ അത്രയും നിങ്ങൾക്ക് അത് തോന്നത്തില്ല, പക്ഷെ ചെന്നത് ആ ഡെസേർട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതൊരു പ്രത്യേകത കേട്ടോ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ലൈഫിൽ. എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടി വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഞങ്ങളിങ്ങനെ ഡെസേർട്ട് ഡ്രൈവ് അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനാണ് ഡ്രൈവ് ചെയ്തത്. Accelerate, Prado, right, Prado, accelerate. Accelerate, guys. Keep going. Don't release your accelerator. ഞങ്ങളൊരു പരിവായി. ഈശ്വരാ, ഭയങ്കരമായിട്ട് ഡെസേർട്ട് ഡ്രൈവ്. Prado, accelerate. ഒരിക്കലെങ്കിലും വരണം എല്ലാവരും ഇതിന്. സൂപ്പർ. കണ്ടാ ഡെസേർട്ട് കണ്ടോ? ഇതാണ് ഡെസേർട്ട്. Come to the topmost place. No, I think it's just one of the dunes. ഭയങ്കര കേട്ടോ ഡെസേർട്ട് ഡ്രൈവ്. Good job. എല്ലാം You can come down. ഓക്കെ, താങ്ക് യു സോ Have some മച്ച്. fun. അപ്പം നമുക്ക് കുറച്ച് നേരം വെളിയിലൊക്കെ ഒന്ന് കാണാം. For some time. ഓ, കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നു കേട്ടോ. നോക്ക്, വിറച്ചോണ്ടിരിക്കുകയാണ്. സത്യം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ലോകം കണ്ട് എത്ര ലോകം കണ്ട്. ഓ, ഭയങ്കര കേട്ടോ. ഭയങ്കരമായിട്ട് പുള്ളി നന്നായിട്ട് ഡ്രൈവ് ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം ഇച്ചിരി ടെൻഷനായിരുന്നു. ഇങ്ങനെ നമുക്ക് നമ്മുടെ ആദ്യമായിട്ടല്ലേ നമ്മൾ ഡെസേർട്ട് ഡ്രൈവിന് ഇങ്ങനെ വരുന്നത് നമ്മുടെ വണ്ടിയായിട്ട്. അപ്പം നമ്മുടെ വണ്ടിയായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം കുറച്ച് ടെൻഷനായിരുന്നു. ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയി. നല്ലതായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി. നമ്മളിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി. ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുക. ഒരു ഈഗിളിനെ കൊണ്ടൊരാൾ വന്നത് എന്താ? ഒരാൾ ഈഗിളിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലൊക്കെ മണ്ണിൽ പൊതഞ്ഞു പോവുകയാണ്. ഭയങ്കര കാറ്റുമായിരുന്നു. ലാസ്റ്റ് എൻ്റെ തൊപ്പിയൊക്കെ പറന്നൊക്കെ പോയി. മാക്സിമം നമ്മുടെ തലയൊക്കെ കവർ ചെയ്തിട്ട് വരുന്നത് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് പണി കിട്ടും. വീട്ടിൽ ചെന്ന് പിന്നെ തലയൊക്കെ ഷാമ്പൂ ഇട്ട് ഒരു 3-4 ദിവസം കുളിച്ചാൽ ആ തലയെല്ലാം മണ്ണൊക്കെ പോകും. നമ്മൾ സൺഗ്ലാസ് അത് മസ്റ്റാണ്. കാരണം ഇവിടെ സാൻഡ് സ്റ്റോൺ കാണും ഡെസേർട്ടിനുള്ളിൽ. പിന്നെ ശരിക്കും വൈകുന്നേരം രാത്രിയൊക്കെ ആയി കഴിയുമ്പോൾ അത്ര കാറ്റൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ രാവിലെ വൈകുന്നേരം ഉച്ച സമയത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ സൺഗ്ലാസ് ഉപയോഗിക്കുന്നത് ബെസ്റ്റ്.
ക്യാമറ താഴെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആ മണ്ണ് ആ പറക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി. പക്ഷെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ ഡെസേർട്ട് സാൻഡിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒരു ഓളത്തിൻ്റെ ഒരു എഫക്റ്റ് പോലെയാണ് ആ ഡെസേർട്ടിലെ സാൻഡ് കിടക്കുന്ന ഒരു എഫക്റ്റ് കാണാൻ വേണ്ടിയേ. എന്തൊരു ഭംഗിയായിട്ട് പ്രകൃതിയുടെ ഓരോ ഇതേ കണ്ടോ, സാൻഡ് പറക്കുന്ന കണ്ടോ, എന്ത് രസമാണ്. പക്ഷേ നമുക്ക് റിയൽ ആയിട്ട് നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ നമ്മുടെ കണ്ണിലും മൂക്കിലും വായിലും ഒക്കെ മണ്ണ് കയറിപ്പോവും. പക്ഷേ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്, താഴോട്ട് ഇറങ്ങുകയാണ്. മല കയറി മലയിറക്കമാണ്. Defender, once you cross, then only try to stop. Before that, don't stop. Go. Once you turn away, then only. ഭയങ്കര കാറ്റ് നമ്മുടെ Yes. വായിലൊക്കെ വരെ മണ്ണ് കയറുക. കയറുന്നുണ്ടോ? നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ ഇത്രയൊന്നും നിങ്ങൾക്ക് തോന്നിക്കത്തില്ല. ഡയറക്റ്റ് വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലാകത്തുള്ളൂ. ഞാൻ കയ്യിൽ നിന്ന് മൊബൈൽ തെറിച്ചു പോകും. രണ്ട് കൈ വെച്ച് ഹോൾഡ് ചെയ്യട്ടെ. അവരിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുമോ നമുക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്യണോന്നൊക്കെ. ആ വോക്കി ടോക്കിയിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടേ ഇരിക്കും. Go. Now stop. That's it. Now go back. Turn your steering left. Wait. Go back now. Turn your steering right, slightly right. Go back. Watch out. Now accelerate straight. Wait, let me move. വണ്ടി സ്റ്റക്കായി നടക്കുക. സോ നമ്മുടെ മാർഷൽസ് എല്ലാം അതിനെ ഗൈഡ് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒരു കോടിയുടെ മേളിൽ വിലയുള്ള വണ്ടിയാണ് കിടക്കുന്ന ഡിഫൻഡർ. ആ വണ്ടിയുടെ ഓണറാണ് ഇത് അവിടെ നിൽക്കുന്നത്. ശരിക്കും പുള്ളി ആകെ ടെൻഷനിലാണ്. വണ്ടി ഇങ്ങനെ പൊതഞ്ഞു പോയി. എന്തായാലും എല്ലാവരും കൂടെ ഇപ്പോൾ ശ്രമിക്കുവാണ്. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനേ നമ്മളെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. എന്തായാലും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അവർ ആ കയർ കെട്ടി ഇങ്ങനെ വണ്ടി മേളോട്ട് വലിക്കും. കയർ
ഇതാണ് വണ്ടിയുടെ ഓണർ. ആണോ? എന്തായാലും രക്ഷപ്പെട്ട് വണ്ടി. പാവം പുള്ളിയും ക്ഷീണിച്ച് ആ വണ്ടിയും ക്ഷീണിച്ച് ഈ കണ്ടു നിന്ന് ഞങ്ങളെല്ലാവരും ക്ഷീണിച്ചവിടെ. നമ്മുടെ ചാനൽ അഡ്മിൻ ബ്ലോഗർ രശ്മി ക്ഷീണിച്ച അവസ്ഥയായി കിടക്കുക ഡെസേർട്ട് സഫാരി കഴിഞ്ഞിട്ട്. എനി കമൻസ്? എങ്ങനെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു എക്സ്പീരിയൻസ് കൂടെ ഇനിയും വേണോ? എനി സജഷൻസ്? നോ സജഷൻസ്. ഹായ്, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ പകുതി അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്ത വ്ളോഗിൽ അടുത്ത വ്ളോഗ് സെക്കൻഡ് പാർട്ട്, ഫുഡിൻ്റെ ഒക്കെ സെക്കൻഡ് പാർട്ടിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാൻ മറക്കല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇതാണ്, കാരണം അല്ലെങ്കിൽ ഒത്തിരി വലുതായി പോകും വീഡിയോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാർട്ടായിട്ട് ഇടുന്നത്. അവർ വിളിക്കുന്നു. ഓക്കെ, പോയിട്ട് വരാം. അപ്പം ബൈ ബൈ. എൻ്റെ ചാനൽ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണം, വല്ലതൊക്കെ കമൻറ്റും ഒക്കെ ഇടണേ ആൾക്കാർ. അപ്പോൾ ശരി, കാണാം, അടുത്ത വ്ളോഗിൽ കാണാം.